2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള രണ്ടാം ഘട്ട പോളിംഗാണ് നാളെ തുടങ്ങുക. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളും ഈ രണ്ടാം ഘട്ട പോളിംഗിലാണ് ഉൾപ്പെടുന്നത്. കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. കേരളത്തെ സംബന്ധിച്ചു മാത്രമല്ല, രാജ്യത്തെ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും പ്രധാനപ്പെട്ട നാളുകളുടെ തീരുമാനം നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2024 നടക്കുന്നത്. 2014 അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാർ ഒരു മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന പ്രചാരണത്തിലാണ് അവരുള്ളത്. 400 സീറ്റിനടുത്ത് NDA ഉൾപ്പെടെയുള്ള സഖ്യം പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയടക്കം ഭേദഗതി ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തിനാണ് അവരുടെ മുന്നൊരുക്കങ്ങളും പദ്ധതികളും. ഈ സാഹചര്യത്തിൽ 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിൻ്റെ പരാജയം ഉറപ്പാക്കേണ്ടത് ഈ രാജ്യത്തെ ജനാധിപത്യ മതനിരപേക്ഷ ജനതയുടെ ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം ആയിരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരുടെ പരമപ്രധാന പൗര പദ്ധതി ആയിരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കേരളം ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത്. 20 മണ്ഡലങ്ങളിലും പ്രധാനമായും ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ, അതായത് UDFും തമ്മിലാണ് മത്സരം നടക്കുന്നത്. പക്ഷേ ചിലയിടത്തെങ്കിലും BJP പറഞ്ഞു വെക്കുന്നുണ്ട് തങ്ങൾ 2, 3, 4 സീറ്റിൽ വിജയിക്കുമെന്ന്. എന്നാൽ അത്തരത്തിലുള്ള ഒരു സാധ്യതയും സാഹചര്യവും നിലവിൽ കാണുന്നില്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട്ടിലേത്. കഴിഞ്ഞ തവണ അവിടെ രാഹുൽ ഗാന്ധിയാണ് മത്സരിച്ചിരുന്നത്. രാഹുൽ ഗാന്ധി 4 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത്. എന്നാൽ ഇത്തവണ ഇന്ത്യ മുന്നണിയുടെ CPIയുടെ പ്രധാനപ്പെട്ട നേതാവായ ആനി രാജയാണ് അവിടെ മത്സരത്തിനെത്തിയത്. ആനി രാജയെ സംബന്ധിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഫാസിസത്തിനെതിരെ രാജ്യത്തെമ്പാടും പോരാട്ടം നയിച്ച ഒരു നേതാവാണ്. അവർ മണിപ്പൂരിൽ എത്തി അവിടുത്തെ പീഡിപ്പിക്കപ്പെട്ട, അവിടുത്തെ ആക്രമിക്കപ്പെട്ട ജനതയ്ക്കൊപ്പം നിന്ന് ആ വിഷയം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. മണിപ്പൂർ ഒരു വംശഹത്യാ പദ്ധതിയായിരുന്നെന്ന് ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് അനിരാജയായിരുന്നു. അതുപോലെ തന്നെ UPയിലെ ജാതി സംഘർഷങ്ങൾ നടക്കുന്ന സ്ഥലം, UPയിലെ ദളിത് പീഡനങ്ങൾ നടക്കുന്ന സ്ഥലം, ഇന്ത്യയിലെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ കർഷക സമരത്തിന്, ഇന്ത്യയിലെ വനിതാ ഗുസ്തി താരങ്ങൾ നേരിട്ട പീഡനങ്ങൾക്ക് അവരോടൊപ്പം നിന്ന് പൊരുതിയത്, അതുപോലെ ഗുജറാത്ത് കലാപത്തിലെ ഇരകൾക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പോരാട്ടത്തിൻ്റെ കഥയും ചരിത്രവുമാണ് ആനി രാജയ്ക്ക് പറയാനുള്ളത്. ആനി രാജ തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ടാണ് അവർ ഇന്ത്യൻ ജനാധിപത്യത്തെ മുറുകെ പിടിക്കുവാനും ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കുവാൻ ഇന്ത്യയിലെ മോദി ഫാസിസത്തിനെതിരെ രാജ്യത്തുടനീളം നടന്ന് പോരാടുവാനും അവർ തയ്യാറായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 2024 ഏറ്റവും ദുഷ്കരമായ മോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഫാസിസ്റ്റ് ഭരണകാലത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉയർന്നു കേൾക്കേണ്ടുന്ന ശബ്ദമാണ് ആനി രാജയുടേതെന്നതിൽ സംശയമേ വേണ്ട. അതുകൊണ്ട് തന്നെ പറയട്ടെ, രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നിങ്ങളൊന്ന് പരിശോധിക്കണം. അതേസമയം ഇന്ത്യയിലെ തെരുവ് വീതികളിൽ ആനി രാജ നടത്തിയിട്ടുള്ള ഇടപെടലുകളും പരിശോധിക്കണം. തെരുവീതികളിൽ ഇത്രയധികം ഇടപെടലുകൾ നടത്തുവാൻ കഴിയുമെങ്കിൽ ആനി രാജ ഉറപ്പായും 2024 ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ പറയുന്ന രാഹുൽ ഗാന്ധി വയനാട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഒരു തവണയാണ് വന്നത്. അദ്ദേഹം വെറും 18 മണിക്കൂർ മാത്രമാണ് ഈ മണ്ഡലത്തിൽ ചെലവഴിച്ചത്. കഴിഞ്ഞ തവണ അധികാരം കിട്ടി MP ആയപ്പോൾ ഈ വയനാടിനു വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു വാക്കുപോലും ഉച്ചരിക്കുവാൻ രാഹുൽ ഗാന്ധി മെനക്കെട്ടിരുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് ഈ വയനാടെന്ന് പറയുന്ന പാർലമെൻറ്റ് മണ്ഡലം എടുക്കാതെ കർണാടകത്തിലെ ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ അവിടുത്തെ ശിവകുമാർ അടക്കമുള്ളവർ അദ്ദേഹത്തോട് ഉപദേശിച്ചിരുന്നു. കർണാടകത്തിൽ രാഹുൽ മത്സരിച്ചിരുന്നെങ്കിൽ കൂടുതൽ ലോക്സഭാ സീറ്റ് അവിടെ നിന്നും കോൺഗ്രസിന് ലഭ്യമാകുമായിരുന്നു. എന്തിനേറെ പറയുന്നു, തമിഴ്നാട്ടിലെ സ്റ്റാലിൻ രാഹുൽ ഗാന്ധിയോട് ഉപദേശിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. തമിഴ്നാട്ടിൽ മത്സരിക്കണമെന്ന്, വയനാട്ടിൽ മത്സരിക്കരുതെന്ന് അദ്ദേഹം സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളുവാൻ അദ്ദേഹം തയ്യാറായില്ല. അതിന് കാരണം KC വേണുഗോപാലിൻ്റെ നേതൃത്വമാണെന്നാണ് പറയുന്നത്. രാഹുൽ കേരളത്തിൽ മത്സരിച്ചാൽ കൂടുതൽ സീറ്റ് അതുവഴി UDFന് നേടിയെടുക്കാമെന്ന വ്യഗ്രതയും വ്യാമോഹവുമാണ് രാഹുലിനെ വീണ്ടും ഈ പറയുന്ന വയനാട്ടിലേക്ക് കൊണ്ടുവന്നത്. ഒരു കാര്യം ഉറപ്പായും പറയാം, രാഹുൽ വയനാട്ടിൽ മാത്രമായിരിക്കില്ല മത്സരിക്കുന്നത്. അദ്ദേഹം UPയിലെ അമേഠിയിലും മത്സരിക്കുന്നുണ്ട്. ഈ 26-ാം തീയതി കഴിഞ്ഞ് അമേഠിയിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അവിടെ
SP അടക്കം പിന്തുണയോടുകൂടി വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉപേക്ഷിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഏറെ പ്രിയപ്പെട്ടതെന്ന് പറയുന്ന വയനാടിനെയായിരിക്കും. ഒരർത്ഥത്തിൽ രാഹുൽ ഗാന്ധി വയനാടിനെ വഞ്ചിക്കുകയാണ്. ഒരർത്ഥത്തിൽ കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹത്തെ, കേരളത്തിൻ്റെ ന്യൂനപക്ഷത്തെ അദ്ദേഹം വഞ്ചിക്കുകയാണ്. വയനാട് വന്നപ്പോൾ മലപ്പുറത്തിൻ്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം പ്രചാരണത്തിനെത്തിയപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം കൊടി പോലും പിടിക്കുവാൻ പേടിയായിരുന്നു. തൻ്റെ ഈ പ്രസ്ഥാനത്തെ, കോൺഗ്രസ് പ്രസ്ഥാനത്തെ കേരളത്തിൽ ശക്തിപ്പെടുത്തുന്ന, ഈ പറയുന്ന കയ്യും മെയ്യും ജീവനും നൽകി ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്ന ലീഗിൻ്റെ പച്ചക്കൊടി പോലും വയനാടിൽ പച്ച തൊടിയിക്കുവാൻ അദ്ദേഹം സമ്മതിച്ചില്ല. ഇതിനർത്ഥം അദ്ദേഹം പിടിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നത് RSSൻ്റെ രാഷ്ട്രീയമാണ്. എന്തിനാണ് നിങ്ങളിങ്ങനെ RSSനെ പേടിക്കുന്നത്? RSSനെതിരെ പൊരുതേണ്ടത് ഈ പറയുന്ന എല്ലാവിധ ബഹുസ്വരതയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലാതെ ഭയന്നോടിക്കൊണ്ടല്ല. രാഹുൽ തീർച്ചയായും ഭയന്നോടിയാണ് വയനാട്ടിലെത്തിയത്. അങ്ങനെ ഭയന്നോടി വയനാട്ടിലെത്തേണ്ട ഒരു മനുഷ്യനല്ല രാഹുൽ. അദ്ദേഹം BJPയുടെ ആസ്ഥാനങ്ങളിൽ പോയി അവിടെ നിന്നായിരുന്നു മത്സരിച്ച് വിജയിക്കേണ്ടിയിരുന്നത്. എന്തു തന്നെ പറയട്ടെ, രാഹുൽ ഗാന്ധിയേക്കാൾ ഉജ്ജ്വലമായ പോരാട്ടത്തിന്, ഫാസിസത്തിനെതിരായ ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകിയ സ്ത്രീ തന്നെയാണ് ആനി രാജ. എതിർ രാഷ്ട്രീയക്കാരോട് പോലും മാന്യതയോട് പെരുമാറുന്ന സ്ത്രീ. വയനാട് മണ്ഡലത്തിൽ അവർ ഇടപെട്ട രീതിയും അവർ നടത്തിയ വാക്കുകളും അവർ നടത്തിയ പ്രചാരണവും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത്രയും മനോഹരമായി എതിരാളികളെ പോലും നല്ല ഭാഷയെടുത്ത് സംസാരിച്ചിട്ടുള്ള ഒരു വനിതാ രാഷ്ട്രീയ നേതാവ് നമുക്ക് അഭിമാനമാണ്. അതുകൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഉണ്ടാകേണ്ട ഒരു പേരാണ് ലോക്സഭയിൽ ആനി രാജ എന്നത്.